ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒക്കെ ഫ്ലോപ്പായി പോയി. അപ്പോൾ ശരിക്കും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ച പ്ലാനിങ് അതും ഫ്ലോപ്പായി. എന്താണെന്ന് വെച്ചാൽ കനത്ത മഴ, ഇന്നലെ മുതൽ മഴയാണ്. അപ്പോൾ ഇവിടെ തൃശ്ശൂർ തന്നെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പിള്ളേരെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും മഴയിൽ കുടുങ്ങുമെന്ന് അറിയില്ല. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഫേസ് വാഷൊക്കെ കുളിച്ച് അതിന് ശേഷം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഞാൻ പിന്നെ വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. സെറ്റിംഗ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ PACയുടെ സെറ്റിംഗ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ PACയുടെ തന്നെ ഐബ്രോ കിറ്റ് ഉണ്ടല്ലോ, ഈ 3 ഷെയ്ഡ് വരുന്നത്. അതിൽ ബ്ലാക്ക് എടുക്കുന്നുണ്ട്. ബ്ലാക്ക് എടുത്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫില്ലിങ് മാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ വരയ്ക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണിന് എന്തെങ്കിലും ഇങ്ങനെ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊരു പിങ്ക് അല്ല, പിങ്കും അങ്ങനത്തെ ഒരു ഷെയ്ഡുണ്ട്, ബ്രൗൺ പിങ്ക് ഷെയ്ഡ്. അതിട്ടിട്ട് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് കണ്ണുണ്ടല്ലോ ഇങ്ങനെ ഫ്രഷ് ആയ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഫേസൊക്കെ നല്ല ഫ്രഷായ പോലെ, കണ്ണിൻ്റെ ക്ഷീണമൊന്നും അറിയാണ്ട് അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ അത്. അപ്പോൾ അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോദിന് ഫേവറേറ്റാണ് ഇപ്പോഴത്തെ കറൻറ്റ്. പിന്നെ ഐബ്രോസ് എല്ലാം കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഇത് K-Beautyയുടെ ഐലൈനറാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഐലൈനറാണ്. ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ്. ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഐലൈനറാണ്. നമുക്ക് ഓൺലൈനിലും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇപ്പോൾ നമുക്ക് നൈക്ക ഉണ്ടല്ലോ, നൈക്കയിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ശോഭ സിറ്റിയിൽ നൈക്ക ഉണ്ട്, അവിടെയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ കടകളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല. പിന്നെ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലിപ്പ് ലൈനർ ഒന്ന് വെച്ച് ലൈൻ ചെയ്യുകയാണെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ലിപ്സിനൊരു പെർഫെക്ഷൻ കിട്ടും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ലിപ്സിൽ നിന്ന് പോവാണ്ട് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ വേണ്ടി ലിപ്പ് ലൈനർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫുഡ് കഴിച്ചാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് ലിപ്പ് ലൈനർ ഇട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ കണ്ടോ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നൈക്കയുടെ തന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് എനിക്ക് ഓർമ്മയിൽ ലിങ്ക് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒരു ന്യൂട്രലായിട്ട്, എന്താ പറയുക, ഒരു ലൈറ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഹെയർ കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ മാറ്റും കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് പുറത്ത് പോകേണ്ട കാരണേ ഫങ്ഷനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കെട്ടി നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മാറ്റും. പറഞ്ഞ പോലെ തന്നെ മാറ്റി ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് ബൺ ചെയ്തു കേട്ടോ. ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് തോന്നിയിട്ട് പിന്നെ ഇങ്ങനെ ബൺ ചെയ്തു. ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ റൂമിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്തല്ല കേട്ടോ ഇതെടുത്തേക്കണേ. അതുകൊണ്ട് ലൈറ്റ് കുറവായ കാരണം ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ല, അതെനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ എടുത്തതെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബാക്കി എവിടേക്ക് പോയി എന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടിൽ ദെൻ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.